സംഭവം അറിയും ചേട്ടാ. എന്നാ സംഭവം? ആളെ പൊക്കാൻ വന്നിട്ട് ഞാൻ ഈ കോടതിക്കടുത്തുള്ള ഗസ്റ്റ് ഹൗസ് തന്നെ ഉണ്ട്. കീപ്പ് ഹിം പോസ്റ്റഡ്. ഓക്കെ ഓക്കെ സാർ. നമ്മളിപ്പോൾ ഈ ജോർജ് കുട്ടിയെ ചോദ്യം ചെയ്യാനുള്ള അനുവാദമാണോ ചോദിക്കാൻ പോകുന്നത്? അല്ല, ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡി, നാളെ നമ്മൾ കസ്റ്റഡിക്ക് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം നമ്മൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ സാർ, ആ വിനയേന്ദ്രൻ കാണാൻ വന്നിട്ടുണ്ട് സാർ. ആര്? സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന വിനയേന്ദ്രൻ. അയാളെന്തിനാ എന്നെ കാണാൻ വരുന്നത്? ആ ജോർജ് കുട്ടിയുടെ എന്തോ കാര്യം സംസാരിക്കാനാന്നാ പറഞ്ഞേ. വരാൻ പറ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ വിനയചന്ദ്രൻ. അറിയാം, താങ്കളുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇരിക്കണം. ഇത് ഗീത, ഇത് പ്രഭാകർ. താങ്കളിപ്പോൾ സിനിമയിൽ അത്ര ആക്റ്റീവ് അല്ലല്ലേ? എൻ്റെ ഭാര്യയുടെ മരണശേഷം ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ സിനിമകളുടെ രീതികളും മാറിപ്പോയി. സത്യസന്ധമായി പറഞ്ഞാൽ ഞാനൊക്കെ ഔട്ട്ഡേറ്റഡായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജ് കുട്ടി എന്നോട് പേര് ജോർജ് എന്നാണ് പറഞ്ഞിരുന്നേ. എന്നെ കാണാൻ ചെന്നൈയിൽ വന്നത്. എന്നായിരുന്നു അത്? 2016 തോന്നുന്നു. അതെ, 16. നിങ്ങൾ ഈ കേസിനെ കുറിച്ച് അന്ന് കേട്ടിട്ടില്ലായിരുന്നു? ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ അയാളെ റെക്കഗ്നൈസ് ചെയ്തില്ല? എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. സാറിൻ്റെ സെറ്റുകളിൽ ഞാൻ 2-3 തവണ വന്നിരുന്നു. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്നെനിക്ക് താടിയൊന്നും ഇല്ലായിരുന്നു. അതായിരിക്കും. എവിടെയോ കണ്ടു മറന്നൊരു മുഖം. എന്താ കാര്യം? വെറും ഒരു സിനിമാ മോഹിയായിട്ട് സാർ എന്നെ തള്ളിക്കളയരുത്. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഞാനത് പറയാം, പ്ലീസ്. 15 മിനിറ്റ് കൊണ്ട് അയാൾ ആ കഥ പറഞ്ഞു. ഞാൻ ശരിക്കും ഇംപ്രസ്ഡായി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ വീണു. അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ സമ്മതിച്ചു. അപ്പം തന്നെ 1 ലക്ഷം രൂപ അയാൾ എനിക്ക് അഡ്വാൻസ് ആയി തന്നു. അയാൾക്ക് 2-3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് 2 പേർക്കും തൃപ്തിയായതിനു ശേഷമേ സിനിമയുടെ പട്ടികൾ തുറന്നാവൂ. നായകനും നായികയും സംവിധായകനും വാല്യൂ ഉള്ളവരായിരിക്കണം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കഴിവുള്ള പുതുമുഖങ്ങളെ കണ്ടെത്തി അവസരം കൊടുക്കണം. കഥയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടും ആ സ്ക്രിപ്റ്റ് തീരാൻ കുറേ സമയമെടുത്തു. കുറേ റിസർച്ച് വർക്കുകളും പിന്നെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും. അയാളുമായിട്ടുള്ള ഭിന്നതകൾ വരെ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം നല്ല സിനിമ സെൻസുള്ള ഒരാളായിരുന്നു ജോർജ് കുട്ടി. അങ്ങനെ ഏതാണ്ട് 2 വർഷത്തോളം എടുത്തു ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവാൻ.